ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. മെയിനായിട്ട് ഇന്നുള്ള കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹോസ്റ്റലിൽ നിൽക്കുന്ന ഗേൾസ് അല്ലെങ്കിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ, കുറേ ഡൗട്ടായിട്ട് എനിക്ക് 1-2 കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ ചുരുക്കം കമൻസ് ആണ് എനിക്ക് വന്നിട്ടുള്ളത്. അതിൽ എനിക്ക് അറിയുന്നത് പോലെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ആഡ് ഓൺസ് ഉണ്ടാവില്ലേ, ഇപ്പം എനിക്കറിയുന്ന അല്ലെങ്കിൽ എൻ്റെ ഹോസ്റ്റലിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻസ് കൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ കുറച്ച് ഭയങ്കര ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എനിക്കറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം എന്താ പറയുക, അതിലുള്ള ഒരു കുറച്ച് വളരെ ചുരുക്കം ചില ക്വസ്റ്റ്യൻസ് മീൻസ് എനിക്കറിയുന്ന ക്വസ്റ്റ്യൻസാണ് ഞാനിന്ന് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് യൂറിൻ ഇൻഫെക്ഷനും പെയിനും വരുന്നത് വൃത്തിയില്ലാത്തത് കൊണ്ടാണോ എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് മലയാളമാണ്, എനിക്ക് അതുകൊണ്ട് വായിക്കാൻ അറിയത്തില്ല. ഞാൻ ആരുടെ ചോദിച്ചിട്ട് ഞാൻ വായിച്ചെടുത്തതാണത്. അപ്പം വൃത്തിക്കുറവുകൊണ്ടാണോ യൂറിൻ ഇൻഫെക്ഷനും അതേപോലെ തന്നെ പെയിനും വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഒരു സംഭവം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൃത്തിക്കുറവ് കൊണ്ട് തന്നെയാണ് യൂറിൻ ഇൻഫെക്ഷൻ വരുന്നത്. പക്ഷെ അത് മാത്രമല്ല കേട്ടോ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ ഇപ്പം പ്രോപ്പറായിട്ട് നമ്മൾ വെള്ളം കുടിക്കാത്തത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ യൂറിനറി ട്രാക്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും. മെയിനായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, ഫസ്റ്റ് വെള്ളം കുടിക്കാതിരിക്കുന്നതാണ്. നമ്മൾ പ്രോപ്പറായിട്ട് തീരെ വെള്ളം കുടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഫസ്റ്റ് കുറച്ച് ദിവസത്തെ ഹോസ്റ്റൽ ലൈഫിൽ. അത് എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞ ഒരു കാര്യം കേട്ടോ. പിന്നെ എന്നുവെച്ചാൽ ഈ പറയുന്ന പോലെ ഹോസ്റ്റലാണ്, നമ്മൾ ഒരു ബാത്റൂം, ഒരാൾ യൂസ് ചെയ്യുന്ന ബാത്റൂം പല ആൾക്കാരും ഉപയോഗിക്കുന്നതാണ്. അപ്പം നമുക്ക് വൃത്തി ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ മീൻസ് ഒപ്പമുള്ള അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ബാത്റൂം യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും പേർക്ക് നല്ല വൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് പെയിനും ഇൻഫെക്ഷനൊക്കെ കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള സമയം വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പം ഒരു പ്രാവശ്യം യൂറിൻ ഇൻഫെക്ഷൻ വന്നാൽ എനിക്ക് തീരെ വെള്ളം കുടിക്കാഞ്ഞിട്ടും ഒക്കെ ആയിരുന്നു. പിന്നെ അതേപോലെ എൻ്റെ സ്കിന്നെന്ന് വെച്ചാൽ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്, ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ നല്ല വൃത്തിയില്ലാതെയൊക്കെ എവിടെയെങ്കിലും, ഞാൻ പബ്ലിക് ടോയ്ലറ്റ് മെയിൻലി അവോയ്ഡ് ചെയ്യുന്ന റീസണും ഇത് തന്നെയാണ്. പബ്ലിക് ടോയ്ലറ്റ് ഞാൻ വളരെ ചുരുക്കമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. കാരണം എനിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും. ഞാൻ ഭയങ്കര ഈസി പ്രോൺ ടു ഇൻഫെക്ഷൻ ആണ്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെയൊക്കെ കുറച്ചൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പം മെയിനായിട്ടും ഞാൻ പറഞ്ഞ പോലെ അതുകൊണ്ട് യൂറിൻ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഡു യു യൂസ് പാൻറ്റി ലൈനേഴ്സ് ഫോർ യുവർ ഡിസ്ചാർജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബ്നോർമൽ ഡിസ്ചാർജ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പാൻറ്റി ലൈനേഴ്സ് എന്താണെന്നുള്ളത് ആദ്യം ഈ ഒരു കമൻറ്റ് ഇട്ട സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ കമൻറ്റ് ഇട്ടിട്ട് ഇപ്പം 11 മാസമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴാണിത് കാണുന്നത്. അപ്പോൾ ഈ പാൻറ്റി ലൈനേഴ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്താണെന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പാൻറ്റി ലൈനേഴ്സും പാഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഡിസ്ചാർജ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ പാഡിനെക്കാളും പാൻറ്റി ലൈനേഴ്സ് ഭയങ്കര തിന്നായിരിക്കും. പിന്നെ അതുപോലെ ലെസ് അബ്സോർബൻ്റ് ആയിരിക്കും. പെട്ടെന്ന് അത് ഫില്ലാവുകയൊക്കെ ചെയ്യും. അത്രയേ ഉള്ളൂ ഡിഫറൻസ് എന്ന് പറയാൻ. അങ്ങനെ ഇതൊന്നുമില്ല. അപ്പം ഞാൻ പാഡ് യൂസ് ചെയ്യുന്നത് നിർത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 2 കൊല്ലമൊക്കെ ആവാനായി. ഞാനിപ്പോൾ മെൻസ്ട്രൽ കപ്പ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും മെൻസ്ട്രൽ കപ്പ് തന്നെയാണ്. ആദ്യം നമുക്ക് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്കത് മീൻസ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരിക്കലും പാഡിലോട്ട് തിരിച്ച് പോകാനേ തോന്നില്ല. കാരണം പാഡ് വെക്കുന്നത് അലർജി ഉള്ളവർ വരെ ഉണ്ട്. അതായത് ഈ പ്ലാസ്റ്റിക് ആ ഒരു കണ്ടന്റ് അതിനകത്തുള്ളത് കൊണ്ട് തന്നെ അത് അലർജിക് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ട് അവരത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം വൺസ് അതിൽ നിന്ന് നമ്മൾ മെൻസ്ട്രൽ കപ്പിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്ന ഒരിക്കലും അവരതിലേക്ക് തിരിച്ച് പോവില്ല. ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്ന സമയത്ത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 25% ആൾക്കാരോ അല്ലെങ്കിൽ ഒരു 10% ആൾക്കാർ മാത്രമാണ് ഇപ്പോഴും പാഡിൽ അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ഒരു 10 അല്ലെങ്കിൽ ഒരു 10% ആൾക്കാർ മാത്രമാണ് ഇപ്പോഴും സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും പാഡിലേക്ക് അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞു. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സാണ്, എങ്ങനെ എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ആൾക്കാർ എന്നോട് ചോദിച്ചതിൽ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡാർക്ക്നെസ്സും ബാഡ് ഓർഡർ ആൻഡ് ഇറിറ്റേഷൻ ഓഫ് ദ പ്രൈവറ്റ് പാർട്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത്. എനിക്ക് പേഴ്സണലി അറിയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അണ്ടർ ആം അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സിലെ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ പറയുക,
അതൊരു ഹോർമോണൽ ചേഞ്ചസ് കാരണമോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഹോർമോൺ ചേഞ്ചസ് കാരണം വരും. ചിലത് നമുക്ക് ആദ്യം തൊട്ടേ ഉണ്ടാവുന്നതായിരിക്കും, ചിലത് നമ്മൾ ഓവറായിട്ട് നമ്മൾ ഈ റേസേഴ്സ് യൂസ് ചെയ്താൽ വരും. പിന്നെ നമുക്ക് അറിയുന്ന പോലെ തന്നെ നമ്മൾ റേസേഴ്സ് ഒന്നും അധികം നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കാര്യം നമ്മുടെ കളർ ഇതാവും. പിന്നെ അവിടെ ഒരുപാട് ഒരു നല്ല ഒരു പ്രൊട്ടക്റ്റീവ് ഒരു ഒരു ഇതാണത്, എന്താ പറയുക, ഒരു സെൽസ് ആണത്. അത് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നമുക്ക് ഇൻഫെക്ഷൻ ആണെങ്കിലും അതൊക്കെ പെട്ടെന്ന് വരും. പിന്നെ അത് നമ്മൾ പൊതുവേ നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്ത് ട്രിം ചെയ്യാണ് ചെയ്യേണ്ടത്, ഷേവ് ചെയ്യുന്നതിന് പകരമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ ബാഡ് ഓർഡർ അല്ലെങ്കിൽ ഇതൊക്കെ വരുന്നത് ചിലപ്പോൾ അബ്നോർമൽ ഡിസ്ചാർജ് ഉള്ളതുകൊണ്ടായിരിക്കും. നമുക്ക് ഒരളവിൽ കൂടുതലായിട്ട് നമുക്ക് എന്താ പറയുക, ഈ ഡിസ്ചാർജൊക്കെ വന്നാൽ നമ്മളത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ, നമ്മുടെ ഹൈജീനൊന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ ബാഡ് ഓർഡർ വരുന്നത്. അതേപോലെ ഈ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായി അത് ഭാവിയിൽ പഴുത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടായി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ബാഡ് ഓർഡർ വരുന്നത്. അപ്പം അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഇറിറ്റേഷൻ മിക്ക സമയത്തും വരുന്നത് ഈ പാഡ് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലും ഇറിറ്റേഷൻ വരുന്നത്. പിന്നെ അവിടെ ഇറിറ്റേഷൻ വരാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ UTI ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചേരാത്ത ടൈപ്പ് നമ്മൾ ഇന്നർ വെയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ ഓരോ സ്കിൻ ടൈപ്പിന് ആക്ച്വലി ചില മെറ്റീരിയൽസ് സ്യൂട്ടബിൾ ആണോ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാൻറ്റീസ് തന്നെ ആയാലും പല മെറ്റീരിയൽ ഉണ്ട്. ഓരോ മെറ്റീരിയൽ ഓരോരുത്തർക്ക് ചേരും, ഓരോരുത്തർക്ക് ചേരില്ല, അങ്ങനെ ഓരോ സംഭവമുണ്ട്. അപ്പം നമ്മൾ അതും നോക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 3 കാര്യങ്ങളും അത് ഈ കളറിനെ അത് ബാധിക്കും. നമ്മൾ നല്ലോണം ടൈറ്റ് ആയിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു മെറ്റീരിയൽ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടുത്തെ കളർ മാറാനുള്ള ചാൻസ് ഉണ്ടാവും, ഇറിറ്റേഷൻ വരും, അതേപോലെ തന്നെ ബാഡ് ഓർഡറും വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പം അതാണ് ഈ ഒരു ഇതിലും പറയാനുള്ളത്. അപ്പം 3 ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പം 3 ഞാൻ ആൻസർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി എന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസും താഴെ കമൻറ്റ് ചെയ്യുക. ബൈ.